ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ കുറച്ച് പണിയിലാണ് ഞാൻ. തുണികൾ കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകിയിടണമായിരുന്നു. ഞാൻ തുണി കഴുകിയിട്ട് അപ്പം മഴ വരും. കണ്ടോ, അത്രയും തുണി കഴുകിയിട്ടപ്പം മഴ വന്നു. തുണി കഴുകിയിട്ടപ്പോൾ ഞാൻ ക്ഷീണിച്ചു. അങ്ങനെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തണ്ണിമത്തം മേടിച്ചുകൊണ്ട് വന്നു, അത് കഴിച്ചു. കണ്ടോ ഈ സാധനം കണ്ടോ, ഇത് നിങ്ങളെയൊക്കെ അവിടെ എന്താ പറയുന്നത്? നമുക്കിവിടെ പൊന്നട്ടയെന്ന് പറയും. മഴ പെയ്താൽ അപ്പം ഇത് വരും. പിന്നെ ഓണ സമയത്താണ് നമുക്കിവിടെ ഇഷ്ടംപോലെ തൊട്ടാവാടിപ്പൂ കാണും. പക്ഷേ ഈ പ്രാവശ്യം ഓണം കഴിഞ്ഞിട്ടാണ് തൊട്ടാവാടിപ്പൂ പൂത്തത്. ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ നമ്മളെ പറമ്പിൽ. പിന്നെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. ഇന്ന് അഞ്ചലാണ് പോണത്. ഒരു പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കണം. സ്കൂൾ അവധിയായതുകൊണ്ട് യാസിക്കുട്ടനെ കൂടെ കൊണ്ടുപോവുകയാണ്. നമ്മൾ അഞ്ചലെത്തി. അവിടെ പേഷ്യൻറ്റ് വന്നു, നമ്മൾ മരുന്ന് കൊടുത്തു. എൻ്റെ വണ്ടിയുടെ സീറ്റ് കവർ ഒന്ന് മാറ്റണം കേട്ടോ. അത് നമ്മൾ ഇവിടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് പട്ടി കടിച്ച് കീറിക്കളഞ്ഞ് എൻ്റെ വണ്ടിയുടെ സീറ്റ് കവർ. ഭയങ്കര വില. സിമ്പിളായിട്ടുള്ള ഒരെണ്ണം ചോദിച്ചപ്പോൾ തന്നെ 300-350 രൂപയാണ് അവർ പറയുന്നത്. എന്തായാലും സീറ്റ് നമുക്ക് ഇടണമല്ലോ, അതുകൊണ്ട് ഒരെണ്ണം മേടിച്ച് സീറ്റ് കവർ ഇട്ടു. വണ്ടി കുട്ടപ്പനാക്കി. ഇച്ചിരി കട്ടിയുള്ളതാണ് മേടിച്ചത്, കാരണം ഇവിടെ ഭയങ്കര പട്ടി ശല്യമാണ്. എന്തൊരു കിട്ടിയാലും കടിച്ച് കീറിക്കളയും പട്ടി. തിരിച്ച് വന്നത് മറ്റേ ചടയമംഗലം വഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെയും ചടയമംഗലം അവിടെ ജഡായിപ്പാറയിൽ പോയിട്ടില്ല. അപ്പോൾ യാസിക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു താഴെ നിന്നിട്ട്. പിന്നെ നമ്മൾ ചോറ് കഴിച്ചു. പ്രാവശ്യം ചടയമംഗലം പോകണം, അത്ര കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ഊണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ഫുട്ബോളിന് പോയി. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.